ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത്തിരി തുറവിയോടെ ഇന്ന് എല്ലായിടങ്ങളിലും വ്യാപരിച്ചാലും 13ാമത്തെ ദിവസമാണ്. ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ കുഞ്ഞുനാളുകളിൽ ബൈനോക്കുലർ കൊണ്ട് ആകാശം കണ്ടിട്ടില്ലേ? ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം അങ്ങ് അകലെ ആകാശത്തിൻ്റെ വർണ്ണവിസ്മയങ്ങൾ നമ്മളെ വല്ലാതെ ഹൃദയത്തിനും ജീവിതത്തിനുമൊക്കെ സുഖം പ്രദാനം ചെയ്തിട്ടില്ലേ? വിസ്മയങ്ങൾ തീർത്തിട്ടില്ലേ? അതുകൊണ്ട് അകലങ്ങളിലുള്ള നക്ഷത്ര സമാനമായ ഉണ്ണിയേശുവിൻ്റെ പുൽക്കൂടിനോടും ജന്മത്തോടുമൊക്കെ ബന്ധപ്പെട്ട പ്രതീകമായ നക്ഷത്രത്തിൻ്റെ സമാനതകളിലേക്ക് കാഴ്ചപ്പാടുകളെ ഒന്ന് വിടർത്താൻ നമുക്കായാൽ എത്രയോ സുന്ദരമായി. ടിബറ്റൻ പാരമ്പര്യത്തിലൊക്കെ പറയുന്നത് കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് അവർ മലമുകളിലേക്ക് പോയി അവരിങ്ങനെ ആകാശം കാണാനായിട്ട് അവരെ ആ മലമുകളിൽ കുറേ സമയം പറഞ്ഞുവിടും. ആകാശം കണ്ടു കഴിയുമ്പം ഈ പൊട്ടക്കിണറ്റിലെ തവള പോലത്തെ കാഴ്ചപ്പാടുകളും ചിന്താധാരകളുമൊക്കെ മാറിയിട്ട് കുറേയും കൂടെ വിടർന്ന് ചിന്തിക്കാനായിട്ട് ഉയർന്ന് കാര്യങ്ങളെ സമീപിക്കാനായിട്ട് കഴിയും. പരിചയപ്പെട്ട ഒരു മനുഷ്യൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് ആ വ്യക്തിക്കുണ്ടായിരുന്നത് തുറവിയുടെ അത്ഭുതമാണ്. ഏതൊരു കാര്യത്തെയും വളരെ പോസിറ്റീവായിട്ട് കാണാൻ, ക്രിയാത്മകമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാത്മാർത്ഥത. ഒരു തോറ്റവന് വിരുന്നൊരുക്കാൻ കഴിയും. ഒരിക്കൽ അനുജൻ ചെയ്തൊരു കാര്യം, ഫുട്ബോൾ മത്സരം കഴിഞ്ഞ് 1ാം സമ്മാനം നേടിയവർക്ക് ട്രീറ്റുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. വളരെ പ്രതീക്ഷയോടുകൂടെ ഒരു ഗോളിന് പരാജയപ്പെട്ട 2ാം സ്ഥാനക്കാർ സങ്കടപ്പെട്ട് നിൽക്കുമ്പം 1ാം സ്ഥാനക്കാർക്കൊപ്പം 2ാം സ്ഥാനക്കാരെയും കൂട്ടിക്കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള വിരുന്ന് അതിൻ്റെ ആഘോഷ നിറവിൽ സമൃദ്ധിയിൽ കൊടുക്കുക. എന്തൊരു വിസ്മയമാണ്! നമുക്ക് ഓർക്കാം, ഫ്ലാറ്റിലെ കുട്ടി പറഞ്ഞ സങ്കടം പോലെയാണ് ആകാശം എന്നാണ് എനിക്കൊന്ന് കാണാൻ കഴിയുക. ഈ മനോഭാവത്തെ മാറ്റി തെല്ല് വിശാലമാകാനായിട്ട് തുറവിയോടെ വ്യാപരിക്കാൻ കൂടെ ഈ ഒരുക്ക ദിവസങ്ങളിൽ ഈ 13ാം ദിനത്തിലാവട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.